Dear students, in the last class you learned about improper axis of rotation or the SN axis. Rotation through CN axis followed by reflection in a perpendicular plane is called SN axis. It is also called alternating axis of symmetry or is also called n-fold improper axis of rotation. So here we have an example, ethane. Ethane has the formula C2H6. This is the structure of ethane. And this is the eclipsed conformation of ethane. In eclipsed conformation of ethane, the hydrogen on one carbon is exactly in front of the hydrogen of the other carbon atom. Okay, but this is the staggered conformation of ethane. In staggered conformation, the hydrogen of one carbon is not exactly in front of the hydrogen atom of the other carbon atom, but it is at a 60-degree angle between the both hydrogen atoms. Okay. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഈഥെയിൻ എന്ന് പറഞ്ഞ മോളിക്യൂളാണ്. ഈഥെയിന് രണ്ട് കൺഫോർമേഷൻ ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഒന്ന് എക്ലിപ്സ്ഡ് കൺഫോർമേഷനും വേറൊന്ന് സ്റ്റാഗേർഡ് കൺഫോർമേഷനുമാണ്. എക്ലിപ്സ് കൺഫോർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ആറ്റത്തിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം മറ്റേ കാർബൺ ആറ്റത്തിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് നേരെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒരേ ലൈനിലാണ്. നമുക്കിവിടെ കാണാവുന്ന രണ്ട് ബ്ലൂ കളേർഡ് ഹൈഡ്രജൻ ആറ്റംസും നേരെ ഒരു ലൈനിലാണ്. പക്ഷെ സ്റ്റാഗേർഡ് കൺഫോർമേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർബണിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ നേരെ പുറകിൽ വേറൊരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവില്ല, പക്ഷെ 60-ഡിഗ്രി ആംഗിളിലായിരിക്കും മറ്റേ ഹൈഡ്രജൻ ആറ്റം കാണുന്നത്. അതാണ് രണ്ട് കൺഫോർമേഷൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് എക്ലിപ്സ് കൺഫോർമേഷനിലുള്ള സിമെട്രി ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഈ കൺഫോർമേഷന് ഒരു C3 ആക്സിസ് ഉണ്ട്, ഒരു സിഗ്മ എച്ചും ഉണ്ട്. അത് മാത്രമല്ല ഇതിന് ഒരു S3 ആക്സിസും ഉണ്ട്. S3 ആക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ്. അതായത് 120 ഡിഗ്രി നമ്മൾ ഈ മോളിക്യൂളിനെ കറക്കുന്നു, എന്നിട്ട് നമ്മൾ സിഗ്മ എച്ച് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതുകൊണ്ട് ഈ എക്ലിപ്സ്ഡ് കൺഫോർമേഷന് S3 ആക്സിസ് ഉണ്ടെന്ന് പറയാവുന്നതാണ്. പക്ഷെ സ്റ്റാഗേർഡ് കൺഫോർമേഷനിൽ എങ്ങനെയാണ്? സ്റ്റാഗേർഡ് കൺഫോർമേഷനിൽ C3 ആക്സിസ് ഉണ്ട്, പക്ഷെ S3 ആക്സിസ് അതിന് ഇല്ല. പകരം S6 ആക്സിസ് ആണ്. S6 ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മോളിക്യൂളിനെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ വെച്ച് റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ അപ്പിയറൻസ് കിട്ടും. അതിനെയാണ് നമ്മൾ S6 ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് S6 ആക്സിസും ഇതാണ് എക്ലിപ്സ്ഡ് കൺഫോർമേഷന്റെ S3 ആക്സിസും. ഓക്കെ, സ്റ്റാഗേർഡ് കൺഫോർമേഷൻ S3 ആക്സിസ് ഇല്ല, പകരമുള്ളത് S6 ആക്സിസ് ആണ്. ഓക്കെ, now let us discuss what is multiplication or combination of symmetry operations. Performing a series of symmetry operations in succession on a molecule is called as multiplication. For example, if we perform symmetry operation A on a molecule followed by another operation B, then it is said to be a multiplication and is represented by BA. The effect of the multiplication is the same what would be obtained from a single operation C on a molecule. Then we can write BA equal to C. In such a case, C is said to be the product of A and B. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു സിമെട്രി ഓപ്പറേഷൻ ചെയ്യുന്നു, അതിൻ്റെ കൂടെ നമ്മൾ അതിനുശേഷം വേറൊരു സിമെട്രി ഓപ്പറേഷനും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഓപ്പറേഷനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് പറയാവുന്നതാണ്. അതായത് ഒരു സിമെട്രി ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന് തുടർച്ചയായിട്ട് വേറെ സിമെട്രി ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിമെട്രി ഓപ്പറേഷൻ ചെയ്യുകയാണ്, എ ആണ് ഓപ്പറേഷൻ എന്ന് വിചാരിക്കുക, റൊട്ടേഷനോ റിഫ്ലക്ഷനോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് എ ആണെങ്കിൽ നമ്മൾ അതിന് ശേഷം നമ്മൾ വേറൊരു സിമെട്രി ഓപ്പറേഷൻ ചെയ്യുന്നു ബി, അതും ഇതുപോലെ റൊട്ടേഷനോ റിഫ്ലക്ഷനോ എന്ത് വേണമെങ്കിലും ആകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം രണ്ടാമത് ചെയ്ത ഓപ്പറേഷൻ ആദ്യം എഴുതണം, അല്ലെങ്കിൽ ആദ്യം ചെയ്ത ഓപ്പറേഷനായ എനെ നമ്മൾ റൈറ്റ് സൈഡിൽ ഇടണം, രണ്ടാമത് ചെയ്ത ഓപ്പറേഷനായ ബിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും എഴുതും. അതായത് നമ്മൾ എഴുതുമ്പോൾ BA എന്നാണ് അതിനെ വായിക്കുക. ഇനി ഈ BA ചെയ്യുന്നതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് വിളിക്കുന്നത്. BA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആദ്യം ചെയ്തിട്ട് അതിനുശേഷമാണ് നമ്മൾ B എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എയും ബിയും ചെയ്തതിന് ശേഷം നമുക്ക് മോളിക്യൂളിന് ഉണ്ടായ
ചേഞ്ച് എന്ന് പറയുന്നത് സി എന്ന് പറഞ്ഞ വേറൊരു ഓപ്പറേഷന് ഈക്വലന്റ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു സി എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അതായത് എനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് എന്ത് സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതിന് ശേഷം കുറച്ച് സ്ലൈഡുകൾക്ക് ശേഷം നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സ്ലൈഡിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. കോമ്പിനേഷൻ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ. Two operation over the molecule combined to get a third operation is called combination of operation. For example, in water molecule, C2 is followed by operation sigma V. The result is the same as a single operation sigma V0. അതായത് നമ്മൾ വാട്ടർ മോളിക്യൂളിൽ നന്നായി പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ റൊട്ടേഷൻ നമ്മൾ നന്നായി പഠിച്ചതാണ്. C2 ആക്സിസ് ആണ് വാട്ടർ മോളിക്യൂളിനുള്ളത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതാണ് C2 ആക്സിസ്. ഈ C2 ആക്സിസിൽ നമ്മൾ ഒരു ഹൈഡ്രജന് 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ ഹൈഡ്രജന് 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ C2 ഓപ്പറേഷൻ ആവും. അപ്പോൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ഇങ്ങോട്ട് എത്തി, 1 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തി. അപ്പൊ മോളിക്യൂൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു. ഇനി നമ്മൾ ഇതിന്റെ റിഫ്ലക്ഷൻ എടുക്കാൻ പോവാണ്. റിഫ്ലക്ഷൻ ഇൻ ദ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ ഇറ്റ് സെൽഫ്. ഓക്കെ, സിഗ്മ വി ആണ് എടുക്കാൻ പോണത്. നമ്മൾ ഈ പ്ലെയിൻ ഓഫ് സിമെട്രി നമ്മൾ ഓൾറെഡി പഠിച്ച പ്ലെയിൻ ഓഫ് സിമെട്രി ആണ്. ഇതിന്റെ റിഫ്ലക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് മോളിക്യൂൾ ഇങ്ങനെ തന്നെ ഇരിക്കും. അതായത് ഇവിടെ 2 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 1 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്. അതായത് നമ്മൾ ആദ്യം C2 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തു, അതിനുശേഷം നമ്മൾ സിഗ്മ വി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് നെറ്റ് എഫക്റ്റ് കിട്ടിയത് ഈ പൊസിഷൻ ആണ് അല്ലെങ്കിൽ ഈ മോളിക്യൂൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ തുടക്കത്തിലുള്ള നമ്മുടെ ഈ വാട്ടർ മോളിക്യൂളിന് നമ്മൾ സിഗ്മ V0 എടുക്കാൻ പോവാണ്. സിഗ്മ V0 ഇസ് ദി ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. വാട്ടർ മോളിക്യൂളിന് വേറൊരു വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രിയും കൂടെയുണ്ട്. അത് പ്ലെയിൻ ഓഫ് സിമെട്രി പാസിംഗ് ത്രൂ ദി ഓക്സിജൻ ആറ്റം. ഓക്സിജൻ ആറ്റത്തിലൂടെ പാസ് ചെയ്യുന്ന ഈ പ്ലെയിൻ ഓഫ് സിമെട്രീനെയാണ് നമ്മൾ സിഗ്മ V0 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ സിഗ്മ V0 എടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് കാണാവുന്നതാണ്. 2 എന്ന് പറഞ്ഞ മോളിക്യൂൾ, ഈ 2 എന്ന് പറഞ്ഞ മോളിക്യൂൾ ഇങ്ങോട്ട് പോയി 1 എന്ന് പറഞ്ഞ മോളിക്യൂളിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അതായത് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, സിമെട്രി ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതായത് C2 ചെയ്തതിന് ശേഷം സിഗ്മ വി ചെയ്യുന്നത് എന്തിന് തുല്യമാണ്? സിഗ്മ V0ക്ക് തുല്യമാണ്. ഓക്കെ, അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് എ ചെയ്തതിന് ശേഷം ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി എന്ന് പറഞ്ഞതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ട് മാറി. അതായത് നമ്മൾ ഇവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2 ആണ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ വി ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ V0 ആണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള വാട്ടർ മോളിക്യൂളിന്. അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാവുന്നതാണ്. C2 followed by sigma v gives sigma V0. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻസ് എന്നുകൊണ്ടത് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ C2 ചെയ്തു, അതിനുശേഷം നമ്മൾ സിഗ്മ വി ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയ അപ്പിയറൻസ് എന്ന് പറയുന്നത് സിഗ്മ V0 ചെയ്യുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമെട്രി ഓപ്പറേഷൻ. By convention, representation of multiplication should be done right to left order. For example, BA means apply A first, then B. ഇത് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. BA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം A ചെയ്യുക, അതിനുശേഷമാണ് B ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രണ്ട് പ്രത്യേകമായ പുതിയ കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അതാണ് ഞാൻ ഇനി ഇവിടെ പറയുന്നത്. If the order of two symmetry operations, say A and B, are performed on a molecule is immaterial such that BA equal to AB, then it is said that the multiplication is commutative and that the operations A and B commute. അതായത് നമ്മൾ രണ്ട് സിമെട്രി ഓപ്പറേഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. ഒന്ന് നമ്മൾ ആദ്യം A ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ B ചെയ്യുന്നു. അങ്ങനെ A ചെയ്തതിന് ശേഷം B ചെയ്യുന്നത് ഈക്വൽ ടു
ബി ചെയ്തതിന് ശേഷം എ ചെയ്യുന്നതിന് തുല്യമാണെങ്കിൽ നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷനെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കും. ഇത് മാത്തമെറ്റിക്സിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിച്ചിട്ടുണ്ടാവും മാത്തമെറ്റിക്കലി. അത് തന്നെയാണ് ഇവിടെ സിമെട്രി ഓപ്പറേഷൻ ആണ് ചെയ്യുന്നതെന്ന് മാത്രം. നമ്പേഴ്സ് അല്ല, നമ്പേഴ്സിന് പകരം സിമെട്രി ഓപ്പറേഷൻസ് ആണ്. അതായത് ബി ഇൻറ്റു എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ആണെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ തന്നെ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷനും ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. If the product of two symmetry operations A and B depends upon the order in which the two operations are preferred, so that B into A is not equal to A into B, then it is said that the multiplication is non-commutative and the operations A and B do not commute. അതായത് നമ്മൾ A ചെയ്തതിന് ശേഷം B ചെയ്യുകയാണ്. അത് ബി ചെയ്തതിന് ശേഷം എ ചെയ്യുന്നതിന് ഇക്വലന്റ് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷനെ നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിക്കാവുന്നതാണ്. അതായത് നമ്മൾ നമ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, എക്സ് ഇൻറ്റു വൈ ഇസ് നോട്ട് ഈക്വൽ ടു വൈ ഇൻറ്റു എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ നോൺ കമ്മ്യൂട്ടേറ്റീവ് എന്ന് വിളിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് ഇത് സിമെട്രി ഓപ്പറേഷനിൽ ബി ഇൻറ്റു എ is not equal to A into B ആണെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ നോൺ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എക്സാമ്പിൾസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതൽ ക്ലിയർ ആവുന്നതാണ്. ഇനി അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എനി സിമെട്രി ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺ എ മോളിക്യൂൾ there will be another symmetry operation which will completely undo what the first operation does to the molecule. Then the second operation is said to be the inverse of the first operation. That is, for any operation A, there exists another operation X such that X into A equal to E or A into X. In that case, X is said to be the inverse of A and vice versa. That is, X is equal to A inverse or A inverse A equal to A inverse equal to E. That is, an operator and its inverse is always commutative. അപ്പം ഞാനിത് ഒന്നും കൂടെ പറഞ്ഞു തരാവുന്നതാണ്. അതായത് നമ്മളൊരു സിമെട്രി ഓപ്പറേഷൻ ചെയ്തു, ആ സിമെട്രി ഓപ്പറേഷനെ ചേഞ്ച് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് മാറ്റുന്ന വേറൊരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെക്കൻഡ് ഓപ്പറേഷനെ നമുക്ക് ഇൻവേഴ്സ്, ഫസ്റ്റ് ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ, സിമെട്രി ഓപ്പറേഷൻ ഒരു മോളിക്യൂളിൽ ചെയ്തു, അതിനുശേഷം നമ്മൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ചെയ്തു. ഈ എക്സ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആണ് കിട്ടിയത്. അതായത് തുടക്കത്തിലുള്ള ഒരു അവസ്ഥ, ഒറിജിനൽ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുവെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് ഈ എക്സ് എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആണ്. അതാണ് ഇൻവേഴ്സ് ഓപ്പറേഷൻ ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മൾ വേറൊരു ഓപ്പറേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ എലമെന്റ് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കിട്ടുവാണെങ്കിൽ, ഐഡന്റിറ്റി മീൻസ് ദ ഓപ്പറേഷൻ ഓഫ് ഡൂയിങ് നത്തിങ്. അതാണ്, അതായത് മോളിക്യൂളിനെ യഥാസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സിനെ എ ഇൻവേഴ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എയും എയുടെ ഇൻവേഴ്സും, അതായത് എയും എയുടെ ഇൻവേഴ്സും മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇസ് ഈക്വലന്റ് ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അതായത് അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് ആദ്യം നമ്മൾ എ ചെയ്തിട്ട് എ ഇൻവേഴ്സ് ചെയ്യുന്നതും എ ഇൻവേഴ്സ് ചെയ്തിട്ട് എ ചെയ്യുന്നതും ഇക്വലന്റ് ആയിരിക്കും എപ്പോഴും. അതായത് ഇറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ഐഡന്റിറ്റി. അതായത് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് അതിനെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മുടെ എക്സാമ്പിൾസ് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. അപ്പം നമ്മുടെ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാനുള്ള നേരമായി നമുക്ക് നോക്കാവുന്നതാണ്. നമ്മൾ വാട്ടറിലേക്ക് തന്നെ പിന്നെയും പോവുകയാണ്. അപ്പോൾ വാട്ടറാണ് ഈ മോളിക്യൂള്. ഇത് 1 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം, ഇത് 2 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റമാണ്. നമ്മളൊരു C2 ചെയ്തു. ഒരു C2 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു അപ്പിയറൻസ് കിട്ടി. ഇവിടെ 2 വന്നു, ഇവിടെ 1 വന്നു.
നമ്മൾ വീണ്ടും ഇതിനെ C2 ചെയ്യാം. ഈ ആക്സിസിലൂടെ ഇതിലൂടെ പോകുന്ന ഒരു ആക്സിലൂടെ നമ്മൾ പിന്നെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് 1 വരും, ഈ 2 ഇങ്ങോട്ടേക്ക് വരും. അതായത് നമുക്ക് ഇത് തന്നെ കിട്ടും. ഈ ഫസ്റ്റ് ഓപ്പറേഷൻ തന്നെ, ഫസ്റ്റ് അപ്പിയറൻസ് തന്നെ കിട്ടും. അതായത് ഇത് ഐഡന്റിറ്റി ആണ്. ഇത് ഐഡന്റിറ്റി, അതായത് ദി ആക്ട് ഓഫ് ഡൂയിങ് നത്തിങ് ആണ്. ഒന്നും ചെയ്തിട്ടില്ല ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ, അതായത് C2 ചെയ്തതിന് ശേഷം വീണ്ടും ഒരു C2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് E കിട്ടും. E മീൻസ് ദ ഐഡന്റിറ്റി ഓപ്പറേഷൻ. അതായത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അതാണ്. C2 ചെയ്തതിന് ശേഷം C2 ചെയ്തു, അതായത് ഐഡന്റിറ്റി ഓപ്പറേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ രണ്ടാമത് ചെയ്ത C2ന് നമുക്ക് ഇൻവേഴ്സ് ഓഫ് C2 എന്ന് എഴുതാവുന്നതാണ്. ഈ C2 എന്ന് പറയുന്നത് ഈ C2ന്റെ ഇൻവേഴ്സ് ആണ്. ദാറ്റ് ഇസ് C2 is the inverse of C2. ഇതുപോലെ തന്നെയാണ് പ്ലെയിൻ ഓഫ് സിമെട്രി. നമുക്ക് വാട്ടറിന്റെ പ്ലെയിൻ ഓഫ് സിമെട്രി തന്നെ നോക്കാവുന്നതാണ്. വാട്ടറിന്റെ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് സിഗ്മ വി ആണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് സിഗ്മ V0 ഉണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് സിഗ്മ V0 എടുത്ത് ചെയ്യാവുന്നതാണ്. സിഗ്മ V0 എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇവിടെ 2 എന്ന് പറഞ്ഞ ആറ്റം ഇരിക്കുന്നു, ഇവിടെ 1 എന്ന് പറഞ്ഞ ആറ്റം ഇരിക്കുന്നു. ഈ പ്ലെയിനിലൂടെ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കുന്നു. അപ്പൊ 2 ഇങ്ങോട്ട് എത്തും, 1 ആണെങ്കിൽ ഇങ്ങോട്ട് എത്തും. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ അപ്പിയറൻസ് നമുക്കിവിടെ കിട്ടും. സിഗ്മ V0ന് ശേഷമുള്ള അപ്പിയറൻസ് ഇതാണ്. ഇനി നമ്മൾ ഒരു സിഗ്മ V0യും കൂടി എടുക്കുകയാണ്. ഒരു സിഗ്മ V0 എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നമ്മൾ ഇതിനെ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ 2 ഇങ്ങോട്ട് പോവും, ഈ 1 ഈ സൈഡിലേക്ക് പോവും. അതായത് നമുക്ക് എക്സാക്ട്ലി തുടക്കത്തിൽ അപ്പിയറൻസ് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതായത് 2 പ്രാവശ്യം സിഗ്മ V0 ചെയ്തപ്പോൾ നമുക്ക് ഐഡന്റിറ്റി കിട്ടി, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള അപ്പിയറൻസ് കിട്ടി. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിഗ്മ followed by sigma is equal to identity or the E. That is, sigma is the inverse of sigma. Sigma എന്ന് പറഞ്ഞ ഈ ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അടുത്ത സിഗ്മയാണ്. അപ്പൊ അതിനെയാണ് ഇൻവേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ഓപ്പറേഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, വേറൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ ഓപ്പറേഷനെയാണ് വിളിക്കുന്നത് ഇൻവേഴ്സ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ. ഓക്കെ, now let us discuss groups. Application of mathematical rules to symmetry operations is called group theory. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് തിയറി എന്ന ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. Groups. A group is a collection of mathematical objects known as elements or members which are related to each other according to certain rules. They are closure rule, identity rule, associative rule, and inverse rule. The elements of a group are numbers, matrices, vectors, or symmetry operations. കുറെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിന്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ആവാം, മെട്രിക്സ് ആവാം, വെക്ടേഴ്സ് ആവാം, സിമെട്രി ഓപ്പറേഷൻസ് ആവാം. നമ്മുടെ ഇവിടെ നമ്മൾ ഇത് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. വി ഡീൽ വിത്ത് ഓൺലി സിമെട്രി ഓപ്പറേഷൻസ്. വേറൊന്നും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. ഇനി ഈ സിമെട്രി ഓപ്പറേഷൻസ് ഒക്കെ ചില റൂൾസ് ഒബേ ചെയ്യും. ആ റൂൾസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡീൽ ചെയ്യും. ആ റൂൾസ് ജസ്റ്റ് ഒന്ന് പറയാണ്. ക്ലോഷ്യർ റൂൾ, ഐഡന്റിറ്റി റൂൾ, അസോസിയേറ്റീവ് റൂൾ, ഇൻവേഴ്സ് റൂൾ. ഈ റൂൾസ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നൗ വാട്ട് ഇസ് മെന്റ് ബൈ മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ്സ്? In group theory related to symmetry, we consider the elements of group as symmetry operations. A given set of symmetry operation will characterize a given set of molecules. The symmetry operations that can be applied to a given molecule in its equilibrium configuration form a mathematical group. ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്തമാറ്റിക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സിമെട്രി ഓപ്പറേഷൻസ് ആയിരിക്കും. ഈ സിമെട്രി ഓപ്പറേഷൻസ് ഓരോ മോളിക്യൂൾസിന്റെയും സിമെട്രി ഓപ്പറേഷൻസ് ഡിഫറെന്റ് ആണ്. വാട്ടറിന്റെ സിമെട്രി ഓപ്പറേഷൻസ് അല്ല അമോണിക്കുള്ളത്, അമോണിയയുടെ സിമെട്രി ഓപ്പറേഷൻസ് അല്ല BF3 അപ്പോൾ ഓരോ മോളിക്യൂളിനും ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള സിമെട്രി ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് അപ്പൊ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ പോയിന്റ് ഗ്രൂപ്പ്സ്. A very important feature of molecular symmetry is that all symmetry elements in a molecule will intersect at a common point, namely the center of gravity. Hence, these symmetry operations are termed elements of point symmetry or point group symmetry.
A point group is defined as a set of all the symmetry operation, the action of which leaves at least one point of the molecule unmoved or invariant. അതായത് നമുക്കറിയാവുന്നതാണ് സിമെട്രി ഓപ്പറേഷൻസ് ആണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് മാത്തമെറ്റിക്കൽ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമെട്രി ഓപ്പറേഷൻസ് എല്ലാം അല്ലെങ്കിൽ എല്ലാ സിമെട്രി എലമെന്റ്സും ഒരു കോമൺ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ആ പോയിന്റ് നമ്മൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വിളിക്കും. അങ്ങനെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആ സിമെട്രി ഓപ്പറേഷൻസിനെ നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് സിമെട്രി എന്ന് വിളിക്കും. അപ്പൊ ഈ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാ സിമെട്രി ഓപ്പറേഷൻസും ഏതെങ്കിലും ഒരു എന്താ പറയുക സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ള എല്ലാ സെറ്റ് ഓഫ് സിമെട്രി ഓപ്പറേഷൻസിനെയാണ് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആ സിമെട്രി ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് മാത്രമേ ഒരിക്കലും മാറിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നീങ്ങിയിട്ടുണ്ടാവില്ല. അത് സ്റ്റാറ്റിക്, ആ പോയിന്റ് മാത്രം സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കും. Abelian groups or the non-abelian groups. Abelian groups means a group in which the elements commute with each other is called an abelian group or commutative group. അതായത് ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സും കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ, എല്ലാ സിമെട്രി ഓപ്പറേഷൻസും കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കതിനെ അബേലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ വാട്ടർ ആണ് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ. വാട്ടറിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് C2V ആണ്. ഈ C2V എന്ന് പറയുന്നത് ഒരു അബേലിയൻ ഗ്രൂപ്പ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, വാട്ടറിന്റെ സിമെട്രി ഓപ്പറേഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് വാട്ടറിന്റെ സിമെട്രി ഓപ്പറേഷൻസ്. ആദ്യം നമ്മൾ C2 ആണ് ചെയ്യാൻ പോണത്. C2 എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. C2 ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ 2 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് പോകും, 1 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് നീങ്ങും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സിഗ്മ വി എടുക്കാൻ പോവാണ്. സിഗ്മ വി മീൻസ് വി ടേക്ക് ദ റിഫ്ലക്ഷൻ അറ്റ് ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിലൂടെ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഈ 1 ഇങ്ങോട്ട് എക്സ്ചേഞ്ച്ഡ് ആവും, 2 ആണെങ്കിൽ ഇങ്ങോട്ട് എക്സ്ചേഞ്ച്ഡ് ആവും. അപ്പൊ നമുക്ക് മോളിക്യൂളിന്റെ അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കും. നമുക്ക് കിട്ടിയ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഈ അപ്പിയറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ തിരിച്ച് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ അപ്പിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെയാണ്. 1 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഇരിക്കുന്നു, 2 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഇരിക്കുന്നു. ഇനി നമ്മൾ അതിന്റെ സിഗ്മ വി എടുക്കാൻ പോവാണ്. ഈ പ്ലെയിനിൽ വെച്ച് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നു. റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 ഇങ്ങോട്ട് മാറും, 1 ഇങ്ങോട്ട് മാറും. അപ്പൊ നമ്മുടെ അപ്പിയറൻസ് ഇങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ 2 ഇരിക്കുന്നു, ഇവിടെ 1 ഇരിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ C2 റൊട്ടേഷൻ ചെയ്യാൻ പോവാം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? 1 ഇങ്ങോട്ട് പോകുമ്പോൾ 2 എന്ന് പറഞ്ഞ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് പോകും. അപ്പൊ നമ്മുടെ അപ്പിയറൻസ് ഇങ്ങനെ ഇരിക്കും. ഈ അപ്പിയറൻസ് മുകളിലത്തെ അപ്പിയറൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും സെയിം ആണ്, അല്ലേ? സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താ? ഏത് ഓർഡറിൽ നമ്മൾ ഈ രണ്ട് ഓപ്പറേഷൻ സിമെട്രി ഓപ്പറേഷൻ ചെയ്താലും കുഴപ്പമില്ല. C2 ചെയ്തിട്ട് സിഗ്മ വി ചെയ്താലും സിഗ്മ വി ചെയ്തിട്ട് C2 ചെയ്താലും സെയിം അപ്പിയറൻസ് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ദാറ്റ് ഈസ് C2 ഫോളോഡ് ബൈ സിഗ്മ വി ഇസ് ഈക്വൽ ടു സിഗ്മ വി ഫോളോഡ് ബൈ C2. അതായത് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ് നമുക്ക് മനസ്സിലായി. അതായത് A ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ, അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ആ പ്രോപ്പർട്ടി അനുസരിക്കുന്ന ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് അബേലിയൻ ഗ്രൂപ്പ്സ്. സോ വാട്ടറിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അബേലിയൻ ഗ്രൂപ്പ് ആണ്. ഓക്കെ, വാട്ടറിന്റെ എലമെന്റ്സ് ഓഫ് സിമെട്രി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് അബേലിയൻ ഗ്രൂപ്പ് ആണ്. Now we discuss about non-abelian groups. Non-abelian group, അപ്പൊ abelian ഗ്രൂപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, a group for which multiplication is not commutative for some pair of the elements is called non-abelian group. For example, the point group C3V, to which ammonia belongs, containing elements E, C3, C2,
sorry, this is C3 square, okay, C3 followed by C3 square, sigma V0 and sigma \V is a non-abelian group even though some elements commute with each other, some will not. അപ്പോൾ ഈ C3 എന്ന് പറഞ്ഞ ഒരു C3V എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പിലാണ് അമോണിയ ബിലോങ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സിമെട്രി ഓപ്പറേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. C3V ആണ് അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് ഓർത്തിരിക്കുക. ഇനി ഇതൊരു നോൺ അബേലിയൻ ഗ്രൂപ്പ് ആണെന്ന് വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിമെട്രി ഓപ്പറേഷൻസും കമ്മ്യൂട്ടേറ്റീവ് അല്ല. പല സിമെട്രി ഓപ്പറേഷൻ A × B = B × A എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അമോണിയ നോൺ അബേലിയൻ ഗ്രൂപ്പ് ആയത്. ഓക്കെ, നമുക്ക് അമോണിയയുടെ ഓപ്പറേഷൻസ് നമുക്ക് സിമെട്രി ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അമോണിയ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, അത് 3 ആണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, 2 ആണ്. സെന്ററിൽ നൈട്രജൻ ഉണ്ട്. പിന്നെ വേറൊരു അറ്റത്ത് H1 എന്ന് പറഞ്ഞ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ റിഫ്ലക്ഷൻ എടുക്കുകയാണ്. റിഫ്ലക്ഷൻ പാസിംഗ് ത്രൂ H1, അത് സിഗ്മ V എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ H3 ഇങ്ങോട്ട് പോകും, H2 ഇങ്ങോട്ട് പോകും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. H2 ഇവിടെ വത്തി, ഇവിടെ H3 എത്തി. ഇനി നമ്മൾ ഇതിന് ശേഷം നമ്മൾ സിഗ്മ V0 ചെയ്യാൻ പോവാണ്. സിഗ്മ V0യുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പാസസ് ത്രൂ H2. സിഗ്മ V പാസ് ത്രൂ H1 ആൻഡ് സിഗ്മ V0 പാസ് ത്രൂ H2. അപ്പൊ H2 പാസ് ചെയ്യുന്ന ഈ പ്ലെയിനിലൂടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? H1 ഇങ്ങോട്ട് പോകും, അപ്പൊ H3 ഇങ്ങോട്ട് പോകും. അപ്പൊ നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കും? ഇവിടെ H3 ആയി, ഇവിടെ H1 ആയി, ഇവിടെ H2 ആയി. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ തിരിച്ച് ചെയ്താൽ സംഭവിക്കണ്ടോ എന്ന് നമുക്ക് നോക്കാം. തിരിച്ച് ചെയ്താലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്മ V followed by sigma V0. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. സിഗ്മ V followed by sigma V0 ആണ് ചെയ്തത്. ഇനി നമുക്ക് സിഗ്മ V0 followed by sigma V, അതെന്ത് കിട്ടുന്നു നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ സിഗ്മ V0 ചെയ്യാൻ പോവാണ്. അപ്പൊ ഒറിജിനൽ അപ്പിയറൻസ് ഇങ്ങനെ തന്നെയാണ്, അതിവിടെ വരച്ചിട്ടുണ്ട്. സിഗ്മ V0 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്ലെയിൻ ഓഫ് സിമെട്രി പാസിംഗ് ത്രൂ H2, ഇവിടെ എഴുതിയിട്ടുണ്ട് സിഗ്മ V passes through H2. അപ്പൊ ഇതിലൂടെ H2 പാസ് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് സിമെട്രി കരുതുന്നു. എന്നിട്ട് ഇതിന്റെ റിഫ്ലക്ഷൻ എടുക്കുന്നു. അപ്പൊ H3 ഇങ്ങോട്ട് പോവും, H1 ഇങ്ങോട്ട് വരും. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. H3 ഇങ്ങോട്ട് വന്നു, H1 ഇങ്ങോട്ട് വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിഗ്മ V എടുക്കാൻ പോവാണ്. സിഗ്മ V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ ഓഫ് സിമെട്രി പാസിംഗ് ത്രൂ H1. അപ്പൊ H1 പ്ലെയിൻ ഓഫ് സിമെട്രി പാസ് ചെയ്യുന്നു. ഇനി അതിന്റെ റിഫ്ലക്ഷൻ എടുത്തു കഴിയുമ്പോൾ എന്ത് വരും? H2 ഇങ്ങോട്ട് പോകും, അപ്പൊ H3 ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് വരും. അതാണ് ഈ അവസ്ഥ. H2 ഇങ്ങോട്ട് വന്നു, H3 ഇങ്ങോട്ട് വന്നു, H1 ഒരു വ്യത്യാസവും വന്നിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇനി ഈ അപ്പിയറൻസും ഈ മുകളിലത്തെ അപ്പിയറൻസും സെയിം അല്ല, നോട്ട് സെയിം. കാരണം രണ്ടും ഡിഫറെന്റ് ആണ്. ഇവിടെയാണ് H3, ഇവിടെയാണെങ്കിൽ ഇവിടെയാണ് H3. H2 ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഫിഗറിൽ H2 ഇവിടെയാണ്, ഈ ഫിഗറിൽ ഇവിടെ H1 ഇരിക്കുമ്പോൾ ഈ ഫിഗറിൽ ഇവിടെയാണ് H1. ഓക്കെ, അപ്പൊ രണ്ടും സെയിം അപ്പിയറൻസ് അല്ല എന്ന് മനസ്സിലായി. അതായത് സിഗ്മ V0 ചെയ്തതിന് ശേഷം സിഗ്മ V ചെയ്യുന്നത് നോട്ട് ഇക്വലന്റ് ടു സിഗ്മ V ചെയ്തിട്ട് സിഗ്മ V0 ചെയ്തതിന് ഇക്വലന്റ് അല്ല. അതായത് സിഗ്മ V into സിഗ്മ V0 is not equal to സിഗ്മ V0 into സിഗ്മ V. That is, ammonia forms a non-abelian group. അതായത് ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ A into B = B into A എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അനുസരിക്കാതെ കൊണ്ട് ഇതൊരു നോൺ അബേലിയൻ ഗ്രൂപ്പ് ആണ്. അമോണിയയുടെ സിമെട്രി ഓപ്പറേഷൻസ് നോൺ അബേലിയൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, so there are two possibilities when there is multiplication of operations. There are two possibilities. One is A into B can be equal to B into A. That means it is commutative and it forms an abelian group. An example for that group is water. The symmetry operations of water are commutative and so it forms an abelian group. The other possibility is that A into B is not equal to B into A. That is, it is non-commutative or it forms a non-abelian group.
An example for a non-abelian group is the symmetry operations of ammonia. Okay, അതായത് ഇതിൽ നിന്ന് മനസ്സിലായത് വാട്ടറിന്റെ മോളിക്യൂൾസിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതൊരു അബേലിയൻ ഗ്രൂപ്പുമാണ്. അമോണിയയുടെ സിമെട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് നോൺ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് അതൊരു നോൺ അബേലിയൻ ഗ്രൂപ്പുമാണ്. ഓക്കെ, താങ്ക് യു.